RSSകാരൻ കൂടിയായ BJP ജനറൽ സെക്രട്ടറിയുടേതായിരുന്നു. ആദ്യ ട്വീറ്റ് രാം മാധവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ആക്ഷേപം ഇങ്ങനെയായിരുന്നു: ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ഹമീദ് അൻസാരി യോഗാ ദിനത്തോട് സഹകരിച്ചില്ല. രാജ്യസഭാ TV, രാജ്യസഭയുടെ അധിപൻ വൈസ് പ്രസിഡന്റാണ് എന്ന കാര്യം പറയേണ്ടതില്ലല്ലോ. രാജ്യസഭാ TV പ്രതീക്ഷിച്ചത് മാതിരി ആ പ്രകടനം കൊണ്ടാടിയതുമില്ല. ഈ അർത്ഥത്തിലുള്ള രണ്ടാക്ഷേപങ്ങളാണ് രാം മാധവ് എന്ന RSSകാരൻ മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലൂടെ. എന്നാൽ അൻസാരി ഒരു ന്യൂനപക്ഷ സമുദായ അംഗമാണ്. അതുകൊണ്ട് തന്നെ RSSകാരൻ്റെ പൂച്ച് പുറത്തു ചാടുകയും ചെയ്തു. പക്ഷേ യാഥാർത്ഥ്യം അതൊന്നുമായിരുന്നില്ല. അൻസാരിക്ക് നിസ്സഹകരിക്കണമെന്ന് നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ലഭിക്കേണ്ട ഭരണഘടനാപരമായ ഒരു ക്ഷണമുണ്ട്. ആ ക്ഷണപത്രിക ഔദ്യോഗികമായി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എത്തിച്ചേർന്നില്ല. എത്തിച്ചേരാത്ത കാര്യത്തിന് പോകാനാകില്ല. വിളിക്കാത്ത കല്യാണത്തിന് ചെല്ലണമെന്നാണ് ഫലത്തിൽ രാം മാധവ് അൻസാരിയോട് ആവശ്യപ്പെട്ടത്. വൻതോതിലാണ് പണം ചെലവഴിച്ചത്. കോടിക്കണക്കിന് 100 കോടിയിലധികം രൂപ ഒരൊറ്റ ദിവസം പൊടിപൊടിച്ചുകൊണ്ടാണ് യോഗയെ ലോകോത്തരമാക്കി പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിച്ചത് എങ്കിൽ ഇന്ത്യയിൽ 20 ലക്ഷം കുട്ടികൾക്ക് സാമാന്യം പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കാത്ത അവസ്ഥയുണ്ട് എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ 1-ാം സ്ഥാനത്തുമാണ്. അങ്ങനെ 20 ലക്ഷം കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കാൻ കഴിയാതിരിക്കുന്ന രാജ്യമാണ് യോഗയ്ക്ക് വേണ്ടി 100 കോടി പൊടിപൊടിച്ചത് എന്ന ആക്ഷേപവും രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഭിന്നാഭിപ്രായങ്ങളുടെ ഒരു ലോകം യോഗയിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നാണ്. ഉപദേശിക്കാനൊന്നും ആരും മിനക്കെട്ടില്ല. മറുപടി പോലും അവർ അയച്ചില്ല. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ആ കത്തിന് ഒരു ആവർത്തനമുണ്ടായി. ബാർക്കോഴ വീണ്ടും നിയമോപദേശം തേടി കത്തയച്ചു. മന്ത്രി KM മാണിക്കെതിരായ ബാർക്കോഴ കേസിൽ നിയമോപദേശം തേടി വിജിലൻസ് ഡയറക്ടർ രണ്ടാമതും കത്തയച്ചു. കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട ധനമന്ത്രിക്കെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ അഴിമതി നിരോധന നിയമത്തിലെ 7, 13 വകുപ്പുകൾ പ്രകാരം ആരോപണം നിലനിൽക്കുമോ എന്ന വിഷയത്തിലാണ് വിജിലൻസ് ഡയറക്ടർ അറ്റോർണി ജനറലിൻ്റെയും സോളിസിറ്റർ ജനറലിൻ്റെയും ഉപദേശം തേടിയത്. അവർക്കൊക്കെ വേറെ പണിയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മറുപടി അയച്ചില്ല. ഇനി മറുപടി അയച്ചു എന്ന് കരുതുക. ആ മറുപടി ഉമ്മൻചാണ്ടിക്ക് ഇഷ്ടപ്പെടാത്തതാണ് എന്ന് കരുതുക. അപ്പോഴും സാധ്യതയുണ്ട്. ലോകകോടതിയുണ്ടല്ലോ. ലോകകോടതിയിൽ മഹാവിരുദ്ധന്മാരുണ്ടാകും. അവരുടെ അഭിപ്രായത്തിന് വേണ്ടിയും ആ അഭിപ്രായം വന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും റിമൈൻഡർ അയക്കുന്നതിന് വേണ്ടിയും ഉള്ള സമയം ഏതായാലും വിൻസെൻ്റ് എം പോൾ എന്ന സുന്ദരനായ ഓഫീസർക്ക് 4 മാസം കൊണ്ട് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിലെ NGOമാർക്കും അധ്യാപകർക്കും പേർത്തും സന്തോഷിക്കാൻ പാകത്തിലുള്ള വാർത്ത ഇന്ന് മലയാള മനോരമ എന്ന പത്രം ആഘോഷപൂർവ്വം അവർക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ട്. ചെറിയ തോതിലല്ല വിളമ്പി കൊടുത്തിരിക്കുന്നത്, ലീഡ് വാർത്തയാക്കിയിരിക്കുകയാണ്. കാരണം ശമ്പള കമ്മീഷനിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്ത് എന്ന് മനോരമ ശമ്പള കമ്മീഷൻ്റെ റിപ്പോർട്ട് 30-ാം തീയതി അവതരിപ്പിക്കാനിരിക്കെ 23-ാം തീയതി തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിലും ഒക്ടോബറിൽ അത് നടക്കും എന്ന് ഉറപ്പായിരിക്കുന്നു. ആ വാർത്തയും മാധ്യമം 1-ാം പേജിൽ തരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്ടോബറിൽ. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒക്ടോബറിൽ നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ശശിധരൻ നായർ. തീയതി പിന്നീട് പ്രഖ്യാപിക്കും. ജൂലൈ അവസാനത്തോടെ വാർഡുകളുടെ വിഭജനം പൂർത്തീകരിക്കും. ഒരു പുതിയ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കേരളം സഞ്ചരിക്കുന്നു എന്നാണ് ഈ വാർത്ത. അതോടെ പുറത്തു വരും എന്ന് പറയുമ്പോൾ കൃത്യമായും കുറ്റാരോപണത്തിൻ്റെ വിരലാണ് ലളിത് മോഡി ജെയ്റ്റ്ലിക്ക് നേരെ നീട്ടുന്നത്, ചൂണ്ടിപ്പിടിക്കുന്നത്. സത്യത്തിൽ അത് എത്തി നിൽക്കാൻ പോകുന്നത് പ്രധാനമന്ത്രിയിൽ തന്നെയായിരിക്കും എന്ന നിരീക്ഷണം പറയാതെ പറയുന്നു ദേശാഭിമാനിയുടെ ഈ ലീഡ് വാർത്ത. ആലപ്പുഴയിൽ ഒരു അർബുദ രോഗി മരിച്ചു. ആശുപത്രിയിലെ ചികിത്സാ മേശയിൽ നിന്ന് വീണാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. ഇതം പ്രഥമമായാണ് ഇത്തരം ഒരു മരണം കേരളത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വാർത്ത വൻതോതിൽ എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ബഹുജനങ്ങൾ പ്രതിഷേധിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. DYFIയുടെ പ്രതിഷേധം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ആ സാഹചര്യത്തിൽ മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിൽ സഹിതമായി ആ വാർത്ത തരുന്നത് കാണുക.